നമസ്കാരം. ഞാൻ വൈഷ്ണവി രമേശ്. മുത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിനിയാണ്. അതോടൊപ്പം പൂനം ഗ്രാമീണ വായനശാല മണ്ഡലത്തിലെ ഒരു അംഗം കൂടിയാണ്. പ്രശസ്ത പ്രകൃതി നിരീക്ഷകൻ ജോമി അഗസ്റ്റിൻ്റെ നിലക്കൊഴിഞ്ഞി തൊഴിമാനം എന്ന പ്രകൃതി പഠന യാത്രയെ പറ്റിയുള്ള ലളിതമായ ആസ്വാദനമാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത്. പ്രകൃതി പഠനം എന്ന അനന്തമായ യാത്രയിലൂടെ അദ്ദേഹത്തിനുണ്ടായ കഷ്ടതകളും നേട്ടങ്ങളും ഒക്കെ പ്രതിപാദിച്ചു കൊണ്ടെഴുതിയ പ്രകൃതി പഠന യാത്രയാണ് നിലക്കൊഴിഞ്ഞി തൊഴിമാനം എന്നത്. മൂന്നാറ് ബസ് കയറി തിരിച്ചെത്തിയത് ജോമിക്കുർ എന്ന പേരുമായിട്ടായിരുന്നു എന്ന അധ്യായത്തിലൂടെ അദ്ദേഹത്തിൻ്റെ നിരവധി അനുഭവങ്ങളാണ് നമുക്ക് നീലക്കുഞ്ഞി തൊഴിമാനം എന്ന പ്രകൃതി പഠന യാത്രയിലൂടെ വിവരിക്കാനും വെളിവാകുന്നത്. പശ്ചിമഘട്ട മലനിരയിലെ അതിശയകരമാംവിധം പുൽമേടുകളിലും ചോലവനങ്ങളിലും ഒരു ശാസ്ത്രജ്ഞർ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിന് പ്രകൃതി സ്വയമേ കാണിച്ചു കൊടുത്ത രഹസ്യങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകൃതി പഠനയാത്രയായ നീലക്കുറിഞ്ഞികളും അതോടൊപ്പം തന്നെ തൊഴിമാനം എന്ന ഈ ഒരു പഠനയാത്രയിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹം അതിൽ ഉപയോഗിച്ചിരുന്ന ഓരോ പ്രയോഗങ്ങളും സവിശേഷമായിട്ടുള്ള ഓരോ എഴുത്തു ശൈലികളും എല്ലാം തന്നെ നമ്മെ ഉദ്ഘോഷിപ്പിക്കുന്നതായിരുന്നു. നിരവധി കുറിഞ്ഞികളെ പറ്റും അദ്ദേഹം അതിൽ പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു. കാർവി കുറിഞ്ഞി, വയറ്റ് കുറിഞ്ഞി തുടങ്ങി ഒരുപാട് കുറിഞ്ഞികളെ പറ്റും അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തടിയൻ്റെ മോൾ പലനിരകൾ അതോടൊപ്പം തന്നെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് സവിശേഷ പ്രയോഗങ്ങളും പ്രകൃതി പഠനയാത്രയെ ഏറെ മനോഹരമാക്കുന്നു. 64 കുറിഞ്ഞികളാണ് പശ്ചിമഘട്ടത്തിൽ ഇതുവരെയായിട്ടും കണ്ടെത്തിയിട്ടുള്ളത്. 12 വർഷത്തിൽ ഒരിക്കൽ പോകുന്ന നിലകുറിഞ്ഞി അഥവാ സ്ട്രോബ്ലാനസ് കുന്തിയാണ് നമ്മളെ എപ്പോഴും അതിശയിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് 12 വർഷത്തിൽ പൂക്കുന്നതെന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടാവും. കാരണം ഏതൊരു പുഷ്പം പൂക്കാൻ വേണ്ടിയിട്ടും ഫ്ലോറജൻ എന്ന രാസവസ്തു ആവശ്യമാണ്. ആ രാസവസ്തു നമ്മുടെ സ്ട്രോബ്ലാനസ് കുന്തിയാനയിൽ ഉണ്ടാവണമെങ്കിൽ 12 വർഷക്കാലം എടുക്കും. അതുകൊണ്ടാണ് അതിന് ഇത്രയും നീണ്ട കാലത്തിനുള്ള പുഷ്പിക്കലിന് ആവശ്യമില്ലെന്നാണ് ജോമി അഗസ്റ്റിൻ പറഞ്ഞത്. ഓരോ പുഷ്പത്തിൻ്റെ ആയാലും പൂക്കളിനെ ആയാലും അതിൻ്റെ തടുക്കലിനായാലും ഒരു ക്യാമറ കണ്ണുകളിലൂടെ എന്ന പോലെ വീക്ഷിച്ച് തീഷ്ണമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തു ശൈലിയിലാണ് അദ്ദേഹം നീലക്കുറിഞ്ഞി തൊഴിമാനം ഈ ഒരു കൃതിയിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തു ശൈലിയായിരുന്നു പഠനയാത്ര പൂർണ്ണമായും എഴുതിയിരുന്നത്. അതൊക്കെ ഏറെ തന്നെ ഈ ഒരു പ്രകൃതി പഠനയാത്രയെ അത് തന്നെ മികവുറ്റതാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തു ശൈലി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഓരോ സവിശേഷതകളും ഈ ഒരു പ്രകൃതി പഠനയാത്രയുടെ അത് തന്നെ മികവുറ്റതാക്കുന്നു. അതോടൊപ്പം വായനക്കാരനെ തന്നെ അനുവാചകരെ കൂട്ടിക്കൊണ്ടുപോകുന്ന രീതിയിലുള്ള എഴുത്തു ശൈലിയാണ് അദ്ദേഹത്തിന് നമുക്ക് പറയാൻ പറ്റും. നിരവധി കുറിഞ്ഞികളുടെ പ്രത്യേകതകളും ഒരുപാട് കാര്യങ്ങളും സവിശേഷതകളും ഈ ഒരു പഠനയാത്ര വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യും. പ്രകൃതി പഠനയാത്ര കൊണ്ട് പ്രകൃതിയിലൂടെ ആർദ്രമായി ഇറങ്ങുന്ന ഏതൊരാൾക്കും പ്രകൃതി സ്വന്തം രൂപം കാണിച്ചു കൊടുക്കുന്ന വാസ്തവത്തെ അനുഭവിക്കുന്ന അഥവാ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ ബിജുവിനെയും അതായത് ജോസഫുട്ടിയെയും അവരോടൊപ്പം നടത്തിയ അവരുടെ യാത്രയെ പറ്റിയൊരു ഒക്കെ അദ്ദേഹം വളരെ ഭംഗിയായി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മലയാളത്തിൽ ലഭിച്ച ഒരു തീർത്താത്തിരാത്ത അത്രയും ഭംഗിയുള്ള സമ്മാനമാണ് നീലക്കുറിഞ്ഞി തൊഴിമാനം എന്ന ഈ കൃതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.